വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഓട്ടോയിലേക്ക് രാജീവ് കയറാനായിട്ട് തുടങ്ങുമ്പോൾ രാജീവ് പെട്ടെന്ന് വീഴാൻ പോകുന്നുണ്ട്. അന്നേരം അയ്യോ മോനെന്നും പറഞ്ഞ് ശാരദാമ്മ പിടിക്കുന്നുണ്ട്. എന്തെങ്കിലും പറ്റിയോ എന്ന് ഓട്ടോ ഡ്രൈവറും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരു കുലുക്കവുമില്ലാതെ അവിടെ തന്നെ ശാരിക നിൽക്കുന്നുണ്ട്. തുടർന്ന് രാജീവ് ശാരദാമ്മയോട് പറയുന്നുണ്ട്, വേണ്ട ശാരദാമ്മയെ പിടിക്കണ്ട, താങ്ങണമെന്ന് ആഗ്രഹിച്ച കൈകൾ താങ്ങുന്നില്ല, പിന്നെ എന്തിനാ ശാരദാമ്മ എന്ന് പറഞ്ഞ് ശാരികയൊന്ന് നോക്കിയിട്ട് പോട്ടെ എന്ന് ഇങ്ങനെ തലകൊണ്ട് ഇങ്ങനെ ശാരദാമ്മയോട് ചോദിച്ചിട്ട് അങ്ങ് ഓട്ടോയിലേക്ക് രാജീവ് കയറുന്നുണ്ട്. തുടർന്ന് കയറി ഇരുന്ന ശേഷവും മറുവശത്തോടു കൂടി രാജീവ് ശാരികയെ ദയനീയമായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ശാരികയുടെ മുഖഭാവത്തിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. പക്ഷെ മനസ്സിൽ ശാരികയ്ക്ക് വിഷമം തോന്നുന്നുണ്ട്. തുടർന്ന് ദേഷ്യത്തോടു കൂടി ശാരദാമ്മ ചെന്ന് ശാരികയോട് ചോദിക്കുകയാണ്, കഴുത്തിൽ താലി കെട്ടിയവൻ പിടച്ച് വീഴാനായിട്ട് പോയിട്ടും നിന്റെ മനസ്സിന് ഒരു കുലുക്കവുമില്ലല്ലോ, പിന്നെ നിന്നെ ഞാൻ തന്നെ പ്രസവിച്ചതാണോടി എന്നും പറഞ്ഞ് ശാരദാമ്മ ഒരുപാടങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് ശാരികയോട്. എന്നിട്ട് പറയുന്നുണ്ട്, രാജീവ് സാറ് പറഞ്ഞത് ശരി തന്നെയാണ്, നിന്റെയൊക്കെ മനസ്സ് കരിങ്കല്ലാണെന്ന്. അന്നേരം ഓ സാർ അങ്ങനെയൊക്കെ പറഞ്ഞോ, വേറെന്തു പറഞ്ഞു? അപ്പോൾ ഓട്ടോ വരാൻ വേണ്ടിയല്ല സാറ് വെയിറ്റ് ചെയ്തത്, മേൽക്കോടതിയിൽ അപ്പീൽ നൽകാൻ വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞ് ശാരദാമ്മയെ അങ്ങ് പരിഹസിക്കുകയാണ് ശാരിക. തുടർന്ന് ശാരദാമ്മ ഓരോന്ന് പറയുമ്പോഴും ശാരിക അങ്ങ് കയർത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇനി നേർവഴി കാട്ടിത്തരാനായിട്ട് അമ്മ വേണ്ടെന്നാണോ നീ പറയുന്നതെന്ന്. അന്നേരം അമ്മ എന്ത് വഴി കാണിച്ചു തന്നെന്നാണ്? പെരുവഴിയോ? അച്ഛനെ കണ്ട ഓർമ്മയിൽ മാത്രമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് അടുക്കളയിൽ തീ ഊതാനായിട്ട് ഈ ശാരികയ്ക്ക് കഴിയില്ല അമ്മയെന്ന് പറഞ്ഞിട്ട് ശാരിക അങ്ങ് ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോവുകയാണ്. അന്നേരം ശാരികയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ആകെ സങ്കടമാവുകയാണ് ശാരദാമ്മയ്ക്ക്. കണ്ണൊക്കെ നിറയുന്നുണ്ട് ശാരദാമ്മയുടെ. ഇവർ രണ്ടുപേരുടെയും സംസാരമൊക്കെ കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് ഭാനുമതി അമ്മ ശ്രദ്ധിക്കുകയാണ്. ഇതേ സമയം ശ്യാമ കോളേജിലേക്ക് എത്തുമ്പോൾ ശ്യാമയെക്കുറിച്ച് ഒരുപാട് പോസ്റ്ററൊക്കെ ഇവിടെ കോളേജിൻ്റെ ചുമരിൽ തയ്യാറാക്കി കുട്ടികൾ ഒട്ടിച്ചിട്ടുണ്ട്. ലഹരി മരുന്നിൻ്റെ രാജകുമാരി എന്നൊക്കെ പറഞ്ഞ് കുറേ പോസ്റ്ററുകൾ ഒട്ടിച്ചിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ശ്യാമയ്ക്ക് ആകെ അങ്ങ് സങ്കടം തോന്നുന്നുണ്ട്. തുടർന്ന് മയക്കുമരുന്ന് ശ്യാമ ഉപയോഗിക്കുന്നതിനെ പറ്റിയൊക്കെ അടക്കം പറച്ചിലുമൊക്കെ കൂട്ടുകാരികൾക്കിടയിലുണ്ട്. തുടർന്ന് 2-3 കൂട്ടുകാരികൾ വന്നിട്ട് കുറേ ദിവസമായല്ലോ കോളേജിലേക്ക് വന്നിട്ട് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു പനി എന്ന് പറഞ്ഞ് ശ്യാമ നിൽക്കുകയാണ്. ഇങ്ങനെയുണ്ടോ ഒരു പനി? നിന്നെക്കുറിച്ചാണ് ദേവിയുടെ പോസ്റ്ററൊക്കെ എഴുതി ഒട്ടിച്ചിരിക്കുന്നത്, നീ ലഹരി മരുന്നിൻ്റെ രാജകുമാരി എന്നാണ് സംസാരം, ഇവിടെ മാത്രമല്ല അവിടെയൊക്കെയും ഉണ്ട് എന്ന് പറയുമ്പോൾ ആകെ അങ്ങ് സങ്കടമാകുന്ന ശ്യാമ എനിക്ക് പോകണം എന്നും പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാനായിട്ട് ഇറങ്ങുകയാണ്. തുടർന്ന് കോളേജിൽ നിന്നങ്ങ് ഇറങ്ങുമ്പോഴേക്കാണ് മനുവും കുറച്ച് കൂട്ടുകാരും കൂടി ശ്യാമയെ വളയുന്നത്. അങ്ങനെ അങ്ങ് പോയാലോ, മനുവിനെയും കൂട്ടുകാരെയും പോലീസ് കേസ് ആക്കിയിട്ട് നീ അങ്ങനെ രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതിയോ എന്ന് മനു ചോദിക്കുകയാണ്. അന്നേരം മനു, നമ്മൾക്കിടയിൽ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ, എനിക്ക് പോകണം, എന്നെ വെറുതെ വിട്ടേക്ക് എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. അങ്ങനെ ഇഷ്യൂ ഇല്ലെന്ന് ആരാണ് പറഞ്ഞത്? നീ എന്നെ മാത്രമല്ല അച്ചായനെയും ഇതിലേക്ക് ഉൾപ്പെടുത്തി, എന്നെ പെടുത്തിയാൽ അന്നേ ഞാൻ പറഞ്ഞതാണ് നിന്നെയും പെടുത്തുമെന്ന്. നിന്റെ ചേച്ചിയുടെ ഭർത്താക്കന്മാരുടെ കൂട്ടിൽ നീ അങ്ങ് ഇറങ്ങി പോകാമെന്ന് കരുതിയോ? അവരുടെ പോക്കറ്റിലായിരിക്കും ചിലപ്പോൾ ACP, പക്ഷേ ഈ കോളേജ് ഭരിക്കുന്നത് അവരാരുമല്ല. ഇവിടെ ഇട്ട് നിന്നെ എന്ത് ചെയ്താലും അവരാരും ചോദിക്കാൻ വരില്ല. അതാണ് കോളേജ് രാഷ്ട്രീയത്തിൻ്റെ പവർ എന്ന് മനു പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, കേസ് കൊടുത്തത് ഞാനല്ല, എന്നോട് ക്ഷമിക്കണം, എന്നിൽ നിന്നൊക്കെ വിട്ടേക്ക്, ഞാനിനി എന്താണ് വേണ്ടത് എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട്. അന്നേരം മരുന്ന് വാങ്ങി വിഴുങ്ങിയ കണക്കിൽ 10,000 രൂപ നീ എനിക്ക് തരാനുണ്ട്, പക്ഷെ നീ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തിയുണ്ട്, എന്ത് വേണം എന്നുള്ളത്. ആ പൈസയൊക്കെ ഞാനങ്ങ് വിട്ടേക്കാം, പക്ഷെ അതിന് പകരമായിട്ട് നീ എനിക്കൊരു കിസ് തരണം. ഇവരെല്ലാം നോക്കി നിൽക്കെ എന്നെ അമർത്തി കെട്ടിപ്പിടിച്ച് കവിളിലൊരു കിസ് തരണം എന്ന് മനു പറയുമ്പോൾ ആകെ അങ്ങ് അന്തം വിടുകയാണ് ശ്യാമ. എന്നിട്ട് ചുറ്റും കൂടി നിൽക്കുന്നവരെയൊക്കെ നോക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ അവിടെ ഇവരുടെ സംസാരവും ബഹളവും ഒക്കെ കേട്ട് കൂടി നിൽപ്പുണ്ട്. തുടർന്ന് എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ പോകുന്നു എന്നും പറഞ്ഞ് ശ്യാമ അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ശ്യാമയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് മനു. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ അങ്ങ് പോയാലോ, നിന്റെ ഗാർഡിയൻ ഉണ്ടല്ലോ രാജീവ് രംഗനാഥ്, അങ്ങേര് ഇന്ന് ലീവാണ്, കൂടാതെ 1.5 കാലനും പിന്നെ ഇവിടെ ആരും വരാൻ പോണില്ല, കമോൺ ബേബി എന്നും പറഞ്ഞ് ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് മനു. പക്ഷേ പ്ലീസ് എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. തുടർന്ന് ഒരുവിധം മനുവിനെ തള്ളി മാറ്റി ശ്യാമയങ്ങ് ഓടുകയാണ്. അന്നേരം പിടിക്കടാന്നും പറഞ്ഞ് പിറകെ ആ മനുവും മറ്റു കൂട്ടുകാരും ഒക്കെ ഓടുന്നുണ്ട്. ഇതേസമയം റോഡിലേക്ക് ഇറങ്ങുന്ന ശ്യാമ ഗോപാലകൃഷ്ണന്റെ വണ്ടിയുടെ മുമ്പിലാണ് ചെന്ന് വിടുന്നത്. വണ്ടിയിൽ നിന്നും ഗോപാലകൃഷ്ണൻ ഇറങ്ങുമ്പോൾ അച്ചാന്നും പറഞ്ഞ് ഓടി ചെല്ലുകയാണ് ശ്യാമ. തുടർന്ന് എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ പിറകെ വരുന്ന മനുവിനെയും കൂട്ടുകാരെയും ഒക്കെ ഗോപാലകൃഷ്ണൻ കാണുന്നുണ്ട്. അന്നേരം മോളെ എന്നും പറഞ്ഞ് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ശ്യാമയെ ഗോപാലകൃഷ്ണൻ. ഈ സമയത്ത് മനു അടുത്ത് നിന്ന കൂട്ടുകാരനെ ചോദിക്കുന്നുണ്ട്, ഇത് ആരാണെന്ന്. അന്നേരം എനിക്ക്
എനിക്കറിയില്ല, നമ്മുടെ തരക്കാരനല്ല, ഏതോ ഒരു കിളവൻ എന്ന് ആ കൂട്ടുകാരൻ പറയുകയാണ്. തുടർന്ന് അവളെ ഇങ്ങോട്ട് മാറ്റി നിർത്തടോ എന്ന് പറയുകയാണ്. അന്നേരം എന്തിനാന്ന് ചോദിക്കുന്നുണ്ട് ഗോപാലകൃഷ്ണൻ. അന്നേരം അതൊക്കെ ഞങ്ങൾ തമ്മിൽ ആയിക്കോളാം, ഇയാൾ അങ്ങോട്ട് മാറി നിന്നേന്ന് പറയുന്നുണ്ട്. ഇത് കോളേജാണ്, അല്ലാതെ തനിക്ക് കയറി വരാനുള്ള കാരണവർക്ക് കയറി വരാനുള്ള സ്ഥലമല്ല എന്ന് മനു പറയുന്നുണ്ട്. തുടർന്ന് മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് നല്ല മാസ് ഡയലോഗായിട്ട് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, ഈ കോളേജ് എന്ന് പറയുന്നത് മീശ കിളിർക്കാത്ത നിനക്കൊക്കെ എന്ത് ചെറ്റത്തരവും കാണിക്കാനായിട്ട് പട്ടയം പതിച്ച് തന്നതാണെന്ന് എനിക്കറിയില്ല, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അത് ചോദിക്കാനൊക്കെ താൻ ആരാടോ എന്ന് ചോദിക്കുന്നതിന് മുമ്പേ മനുവിൻ്റെ കവാലം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. തുടർന്ന് മനുവിൻ്റെ കോളറിന് ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് തന്തയെന്ന്. അന്നേരം മനു അങ്ങ് അന്തം വിട്ട് നോക്കുമ്പോൾ നിൻ്റെ അല്ല, അതെ എൻ്റെ മോളുടെ തന്തയാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിനക്ക് അങ്ങനെ പറയാനായിട്ട് ഒരാളുണ്ടെങ്കിൽ അങ്ങേരോട് ചെന്ന് പറഞ്ഞുതരാം, ഗോപാലകൃഷ്ണൻ നിന്നെ തല്ലിയെന്ന്. പിന്നെ ഈ തന്ന അടിയും നിനക്കുള്ളതല്ല, അങ്ങേർക്കുള്ളതാണ്, നിന്നെയൊക്കെ ചൊല്ലും വിളിയും ഇല്ലാതെ വളർത്തിയതിന്. എന്നിട്ട് അങ്ങേരോട് വരാൻ പറയും, നമ്മൾ തരപ്പണിക്കാർ തമ്മിലായിക്കോളാം ബാക്കിയൊക്കെ എന്ന് പറഞ്ഞ് നല്ല മാസ് ഡയലോഗിൽ ഗോപാലകൃഷ്ണൻ അങ്ങ് പറയുമ്പോൾ മനുവും കൂട്ടുകാരും ഒന്ന് വരണ്ട് നിൽക്കുകയാണ്. എന്നാലും ധൈര്യം സംഭരിച്ച് മനു പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വേണ്ടി വരില്ല, നമ്മൾ മാത്രം മതി ഇവിടെ ചോര വീഴ്ത്താനായിട്ടെന്ന്. നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, ലഹരി മരുന്നിൻ്റെ ഉപയോഗത്തിൽ ചോര വീഴുന്നത് മാത്രമേ നീയൊക്കെ കണ്ടിട്ടുള്ളൂ, പക്ഷെ അതിനു മുമ്പേ തെരുവിൽ നിന്നും ചോര വീഴ്ത്തി തുടങ്ങിയതാണ് ഈ ഗോപാലകൃഷ്ണൻ. അതൊക്കെ നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്തയ്ക്ക് പിറന്നവന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാടാന്നും പറഞ്ഞ് എല്ലാവരെയും ഗോപാലകൃഷ്ണൻ വെല്ലുവിളിക്കുകയാണ്. പക്ഷെ അന്നേരം എല്ലാവരും അങ്ങ് തലകുനിച്ച് നിൽക്കുന്നുണ്ട്. തുടർന്ന് ശ്യാമയെ അടുത്തേക്ക് മോൾ ഇങ്ങോട്ട് വന്നേന്ന് വിളിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. തുടർന്ന് ശ്യാമയെ ചേർത്ത് പിടിച്ചിട്ട് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, മോൾ ഇവിടെ തന്നെ പഠിക്കും, മോളെ ആരും ഒന്നും ചെയ്യില്ല, പേടിച്ച് ആരെങ്കിലും അടിക്കാനായിട്ട് വന്നാൽ തിരിഞ്ഞോടണം, പക്ഷേ ഓടിച്ചിട്ട് അടിക്കാനായിട്ട് വന്നാൽ തിരിച്ചടിക്കുക തന്നെ വേണം, അത്രയ്ക്കുള്ള ക്ഷമയൊന്നും വേണ്ട എന്ന് ശ്യാമയോട് പറഞ്ഞിട്ട് ബാക്കി കൂടി നിൽക്കുന്നവരോടായിട്ട് പറയുന്നുണ്ട്, ഒരു പെൺകുട്ടി ഇങ്ങനെ പരസ്യമായിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യുന്നവനാണ് യഥാർത്ഥ ആൺകുട്ടി, അല്ലാതെ ഇങ്ങനെ നോക്കി പരിഹസിക്കുന്നവരല്ല. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്നുകൂടി ചിന്തിക്കണം. എൻ്റെ മോൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അവൾ തിരുത്താൻ തയ്യാറാണ്, അന്നേരം അത് തിരുത്തി അങ്ങനെ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ കൂട്ടുകാർ, അല്ലാതെ ഇങ്ങനെ നോക്കി പരിഹസിക്കുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ശ്യാമയുടെ മോള് പൊയ്ക്കോളാൻ പറയുന്നുണ്ട്. അന്നേരം അച്ഛാന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ മോളെ ആരും ഒന്നും ചെയ്യില്ല, അച്ഛൻ ഇവിടെ തന്നെ കാണും, മോള് ധൈര്യമായിട്ട് പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. അന്നേരം ബാക്കി കൂടി നിന്നവരെല്ലാം തലകുനിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ശ്യാമയങ്ങ് പോവാൻ തുടങ്ങുമ്പോൾ മനുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ മനു ശ്യാമയുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങ് മുഖം തിരിച്ച് നിൽക്കുകയാണ്. ഗോപാലകൃഷ്ണൻ്റെ ആ ഭീഷണിയിൽ മനുവും കൂട്ടുകാരും ഒക്കെ പേടിക്കുന്നുണ്ട്. തുടർന്ന് ശ്യാമ അങ്ങ് പോയ ശേഷം മനുവിനോട് അവസാന വാണിംഗ് എന്ന പോലെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, എൻ്റെ മോളുടെ കണ്ണിൽ നിന്നും ഇനി ഒരു തുള്ളി കണ്ണീര് വീണാൽ നിന്നെയൊക്കെ ശരിയാക്കും. ഗോപാലകൃഷ്ണന് ഒന്നും നഷ്ടപ്പെടാനില്ല, എല്ലാം തീർന്നു നിൽക്കുകയാണ്, അവസാനം എന്നോണം കൊന്നുകളയും എന്നുകൂടി പറയുമ്പോൾ മനുവൊക്കെ ഒന്ന് പേടിക്കുകയാണ്. തുടർന്ന് വണ്ടിയെടുത്ത് ഗോപാലകൃഷ്ണൻ അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് രാത്രി ശാരദാമ്മയുടെ വീടാണ്. അവിടെ ഉമ്മർത്ത് ഭാനുമതി അമ്മയോട് ശാരിക പറഞ്ഞതിനെ കുറിച്ചൊക്കെ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓട്ടോയിൽ ശാലിനി അവിടേക്ക് വരുന്നത്. അന്നേരം എന്താ മോളെ രാത്രിയിലെന്ന് ചോദിക്കുമ്പോൾ അമ്മയോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ടായിരുന്നു, പെട്ടെന്ന് തിരിച്ചു പോവുകയും വേണം, അവിടെ കാര്യങ്ങൾ കുഴിഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് എന്ന് ശാലിനി പറയുകയാണ്. തുടർന്ന് ഭാനുമതി അമ്മയെ കണ്ടിട്ട് ഇതാരാണെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയെപ്പോലെ തന്നെ തെരുവിൽ അലഞ്ഞു നടന്നതാണ്, അമ്മ ഇങ്ങ് കൂട്ടിക്കൊണ്ട് പോകുന്നു, പക്ഷെ നിന്റെ ചേച്ചിക്കും അനിയത്തിക്കും അതൊന്നും പിടിച്ചിട്ടില്ല എന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. അതിനുശേഷം ശാലിനിയും പരിചയപ്പെടുത്തുന്നുണ്ട്, ഇതെൻ്റെ രണ്ടാമത്തെ മകളാണ് എന്ന് പറഞ്ഞ്. അന്നേരം കളക്ടറിന് പഠിക്കുന്ന അല്ലേ എന്ന് ഭാനുമതിയമ്മ ചോദിക്കുകയാണ്. അന്നേരം തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, എൻ്റെ അമ്മ എന്തായാലും നല്ലതേ ചെയ്യൂന്ന് എനിക്കറിയാം, എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് ഈ അമ്മയും, അമ്മയുടെ അനുഗ്രഹം എനിക്കുണ്ടാകണം എന്ന് പറഞ്ഞ് ഭാനുമതിയമ്മയുടെ കാൽ തൊട്ട് വന്നിക്കാനായിട്ട് ശാലിനി പോകുന്നുണ്ട്. അന്നേരം പെട്ടെന്നങ്ങ് മാറിയിട്ട്, അയ്യോ മോൾ എന്തായി കാണിക്കുന്നത്, മോളെ അനുഗ്രഹിക്കാനുള്ള അർഹതയൊന്നും ഈ അമ്മയ്ക്കില്ല, എന്നാലും ഈ അമ്മയുടെ പ്രാർത്ഥന മോളോട് കൂടെ ഉണ്ടാകും എന്ന് ഭാനുമതി അമ്മ സന്തോഷത്തോടെ പറയുകയാണ്. തുടർന്ന് ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞ് ചിരിച്ചിട്ട് ശാലിനി അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ഭാനുമതി അമ്മ ശാരദാമ്മയോട് പറയുന്നുണ്ട്, ആ കുട്ടി വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ ഐശ്വര്യവും നിലവിളക്കം ഒരു വെളിച്ചവും ഒക്കെ വന്ന് കയറിയതുപോലെയെന്ന്. അന്നേരം എൻ്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ വിവേകവും ബുദ്ധിയും ഒക്കെ ഉള്ളത് അവൾക്കാണ്, അവളാണ് എൻ്റെ ഏക ആശ്വാസം എന്ന് പറഞ്ഞങ്ങ് നെടുവീർപ്പെടുകയാണ് ശാരദാമ്മ. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. താങ്ക് യു.